സിപിഎം തീവ്ര വലതുപക്ഷ പാർട്ടിയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പുതുയുഗയാത്രയ്ക്ക് നിലമ്പൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശത്തിൽ ടീം യു.ഡി.എഫ് കേരളത്തിന്റെ പുതുയുഗത്തിന് സജ്ജമെന്നും വി.ഡി. സതീശൻ. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ മതേതര കേരളം തിരിച്ചുപിടിക്കും. വികസനം ചർച്ചയാക്കാതെ വർഗീയത ചർച്ചയാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. യു.ഡി.എഫ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെ നേരിടും. സിപിഎം അവസരത്തിനൊത്ത് ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണനം നടത്തി ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്. കേരളത്തിലെ വരും തലമുറയെ എൽ.ഡി.എഫ് ഓർക്കുന്നില്ല. ഇപ്പോൾ പിന്നോട്ടു പോയ കേരളത്തെ വികസനത്തിലൂടെ യു.ഡി.എഫ് മുന്നോട്ടെത്തിക്കും. പരമ്പരാഗത പദ്ധതികളും ആധുനിക സംവിധാനങ്ങളും എ.ഐ. വിദ്യയും ഉപയോഗപ്പെടുത്തി വന്യമൃഗശല്യത്തിന് പരിഹാരം കാണും. സിപിഎമ്മിന്റെ രക്തസാക്ഷികൾ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. നിലവിൽ പൂച്ചപ്പെറ്റ അവസ്ഥയിലാണ് സംസ്ഥാന ഖജനാവ്. ഇത് നിറയ്ക്കുകയാണ് യു.ഡി.എഫിന്റെ പ്രഥമ പരിഗണന. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ച് അതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കാൻ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഞാൻ കേരളത്തിലോട് പുതിയൊരു വാക്ക് പറഞ്ഞത്. അത് ഇവിടെ നിന്ന് കിട്ടിയ ആത്മവിശ്വാസമാണ്. ആ വാക്ക് ഞങ്ങളുടേത് വെറും യു.ഡി.എഫ് അല്ല, ടീം യു.ഡി.എഫ് ആണ് എന്നാണ് പറഞ്ഞത്. അത് നിലമ്പൂരിലാണ് നിങ്ങൾ തെളിയിച്ചത്. ഒറ്റക്കെട്ടായി നിന്നൊരു പാർട്ടിയെ പോലെ പ്രവർത്തിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കേരളം മുഴുവൻ ഒരു ടീമായി ഒരു പാർട്ടിയെ പോലെ നമ്മുടെ യു.ഡി.എഫിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്. നിങ്ങൾ നൽകിയ ആത്മവിശ്വാസത്തിലൂടെ പറഞ്ഞ വാക്കുകൾ ഇന്ന് കേരളത്തിൽ മാധ്യമങ്ങൾ പോലും നമ്മളെ വിശേഷിപ്പിക്കുന്നത് ടീം യു.ഡി.എഫ് എന്നാണ്. അത് ഇവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഞാൻ പ്രത്യേകം നന്ദിയോടെ പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഇതൊരു മഹായുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷമാണ് ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കണം. ഇവര് കേരളത്തിന്റെ സമസ്ത മേഖലകളും തകർത്ത് തരിപ്പണമാക്കി. ഒരു സമ്പദ് വ്യവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു. എവിടെ ആ സമ്പദ് വ്യവസ്ഥ അടുത്ത മാസം പിണറായി വിജയൻ, കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, അധികാരത്തിനോട് സലാം പറയുമ്പോൾ നമ്മുടെ തലയിൽ, മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ ബാധ്യത കെട്ടിവെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തവണ്ണം കടത്തിന്റെ കാണാ കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് പോകുന്നത്. നമ്മളിനി വെറും പ്രതിപക്ഷം മാത്രമല്ല, നമ്മളിനി ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് അധികാരത്തിൽ വരേണ്ട മുന്നണിയാണ്. യോഗം ലീഗ് ദേശീയ ട്രഷറർ പി.വി. അബ്ദുൾ വഹാബ് എം.പി ഉദ്ഘാടനം ചെയ്തു. യു.ഡി.എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി അധ്യക്ഷത വഹിച്ചു. കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് എ.പി. അനിൽകുമാർ എം.എൽ.എ, കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് എം.എൽ.എ, ഡി.സി.സി പ്രസിഡന്റ് വി.എസ്. ജോയ്, പി. അബ്ദുൾ ഹമീദ്, ഷാനിമോൾ ഉസ്മാൻ, പി.ടി. അജയ് മോഹൻ, ആലിപ്പറ്റ ജമീല, എൻ.എ. കരീം, വി.എ. കരീം, എ. ഗോപിനാഥ്, പത്മിനി ഗോപിനാഥ്, അഡ്വക്കേറ്റ് ബീന ജോസഫ് എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.